തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ സിപിഐഎമ്മിന് തലവേദനയായി വിമത ശബ്ദം. പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ സംഘടിച്ച വിമതർ ക്ഷേമ പെൻഷൻകാരുടെ സംഘടന രൂപീകരിച്ചാണ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലർമാരുടെ പിന്തുണയോടെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് വിമതരുടെ പ്രവർത്തനം. ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചിലരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് നിലമ്പൂരിലെ സിപിഐഎമ്മിൽ വിമത ശബ്ദത്തിന് തുടക്കമിട്ടത്. കോൺഗ്രസ് താൽപര്യങ്ങൾക്കൊപ്പമാണ് പാർട്ടി എന്ന വാദത്തിന് ശക്തി കൂടിയപ്പോൾ ജനകീയ കൂട്ടായ്മ പിറവിയെടുത്തു. ജില്ലാ നേതൃത്വത്തിന്റെ അനുരഞ്ജന ശ്രമങ്ങൾ പാളിയതോടെ ജനകീയ കൂട്ടായ്മ സ്വന്തം നിലയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്ഷേമ പെൻഷൻകാരെ കൂട്ടുപിടിച്ചാണ് വിമതർ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ക്ഷേമ പെൻഷൻ സംഘടനാ രൂപീകരണ യോഗത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നേതൃത്വവുമായി സന്ധിയുള്ളൂവെന്ന നിലപാടിലാണ് ജനകീയ കൂട്ടായ്മ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ സാധ്യതകളും ഇവർ തള്ളിക്കളയുന്നില്ല. സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് നിലമ്പൂരിൽ കൃത്യമായി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് 5 മുനിസിപ്പൽ കൗൺസിലർമാരുടെ പിന്തുണയുമുണ്ട്. പെൻഷൻകാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൗൺസിലർ വേണു ഒക്ടോബർ 2 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. റിപ്പോർട്ടർ, മലപ്പുറം.